അധികാരത്തിലെത്തിയാൽ സേവനങ്ങൾ വീട്ടുപടിക്കലെത്തിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ നഗരസഭാ തല വികസന രേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ 95% മോദി സർക്കാരിന്റേതാണ്. ക്ഷേത്രനഗരി മലിനമായിരിക്കുകയാണ്. ശുദ്ധജലം കിട്ടാനില്ല. ഇടതുപക്ഷ സർക്കാർ ഭരണം കേരളത്തെ 35 വർഷം പുറകോട്ടെത്തിച്ചിരിക്കുകയാണ്. അഴിമതിയും വർഗീയതയും ഇല്ലാതാക്കാൻ ബി.ജെ.പി. അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതൊരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ അങ്ങനെ അല്ല കാണുന്നത്. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. അതിനുവേണ്ടി ഇന്നിപ്പോൾ ആരാണെങ്കിലും 3 ചോയ്സാണ്. LDF ഉണ്ട്, UDF ഉണ്ട്, BJP NDA. ഈ ഇലക്ഷൻ ഗുരുവായൂരിന്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. നമ്മൾ ഇതുവരെ 35 കൊല്ലം 45 കൊല്ലം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണോ നമുക്ക് ആവശ്യം? അല്ലെങ്കിൽ ഒരു പുതിയ വികസനം, ഒരു പുതിയ ഭരണശൈലി, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ, വിവാദമല്ല വികസനം, അഴിമതിയല്ല അഴിമതിരഹിത ഭരണം, ഇതാണോ? ഇത് തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇത് നിർണായകമായ ഇലക്ഷനാണ്. ഇതൊരു അക്കാഡമിക് ഇലക്ഷൻ അല്ല. ഇത് കാൻഡിഡേറ്റ്സ് തമ്മിൽ ഒരു മത്സരമല്ല. ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്, ഇലക്ഷനാണ്. വികസനരേഖ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീന് നൽകി പ്രകാശനം ചെയ്തു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, KR അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു.